ഹലോ എവ്രിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു our ചാനൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ഞാൻ പോയില്ല എന്ന് പറയാൻ ഐ ഡിഡൻറ്റ് വെൻറ്റ് അല്ലെങ്കിൽ ഞാൻ കണ്ടില്ല എന്ന് പറയാൻ ഐ ഡിഡൻറ്റ് സോ എന്നോ പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കണം. ഈ വാചകങ്ങൾ ഗ്രാമറിലെ ഒരു വലിയ തെറ്റാണ്. നമ്മൾ മലയാളികൾക്ക് ഇല്ല എന്ന് പറയാൻ എളുപ്പമാണ്. ഞാൻ പോയില്ല, അവൻ പോയില്ല, എല്ലാത്തിനും പോയില്ല എന്നു മതി. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഡോണ്ട് ഉണ്ട്, ഡസൻറ്റ് ഉണ്ട്, ഡിഡൻറ്റ് ഉണ്ട്. ഇത് മാറിപ്പോയാൽ അർത്ഥം മുഴുവനും മാറും. പ്രത്യേകിച്ച് ഡിഡൻറ്റ് വരുമ്പോൾ 99% ആളുകളും വരുത്തുന്ന ആ വലിയ തെറ്റ്. അത് നമുക്കിന്ന് തിരുത്താം. വീഡിയോ അവസാനം വരെ കാണുക. ഈ നിയമം പഠിച്ചാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷ് തെറ്റിക്കില്ല. ആദ്യം വർത്തമാനകാലം, പ്രസന്റ് ടെൻസ്. ചെയ്യുന്നില്ല എന്ന് പറയാൻ ഇവിടെ രണ്ട് ഗ്രൂപ്പുകാരുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പ് ഐ, യു, വി, ദേ. ഇവരുടെ കൂടെ ഡോണ്ട് ഉപയോഗിക്കണം. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. വി ഡോണ്ട് ഈറ്റ് മീറ്റ്, ഞങ്ങൾ ഇറച്ചി കഴിക്കാറില്ല. വി ഡോണ്ട് ഈറ്റ് മീറ്റ്. ദേ ഡോണ്ട് കം, അവർ വരാറില്ല. ദേ ഡോണ്ട് കം. രണ്ടാമത്തെ ഗ്രൂപ്പാണ് നമ്മൾ മിക്കപ്പോഴും തെറ്റിക്കാറുള്ളത്. ഇത് ശ്രദ്ധിച്ചു കേൾക്കൂ. ഹി, ഷീ, ഇറ്റ്. ഇവരുടെ കൂടെ ഡോണ്ട് ഉപയോഗിക്കരുത്, ഡസൻറ്റ് ഉപയോഗിക്കണം. പലരും ഹി ഡോണ്ട് നോ എന്ന് പറയും. അത് തെറ്റാണ്. ഹി ഡസൻ നോ, അവന് അറിയില്ല. ഹി ഡോണ്ട് നോ അല്ല, ഹി ഡസൻ നോ. ഹി ഡസൻറ്റ് നോ. ഷീ ഡസൻ ലൈക്ക് ടീ, അവൾക്ക് ചായ ഇഷ്ടമല്ല. ഷീ ഡസൻറ്റ് ലൈക്ക് ടീ. മനസ്സിലായില്ലേ? അപ്പോ ഹി, ഷീ, ഇറ്റ് വന്നാൽ കൂടെ ഡോണ്ട് അല്ല ഉപയോഗിക്കേണ്ടത്. പകരം എന്താണ്? ഡസൻറ്റ്. വെരി ഗുഡ്. അടുത്തത് നോക്കാം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, കഴിഞ്ഞുപോയ കാര്യം പറയാൻ. പാസ്റ്റ് ടെൻസ്. ഇവിടെ നമ്മൾ ഡിഡൻ്റ് ആണ് ഉപയോഗിക്കുക. പക്ഷേ ഒരു സുവർണ നിയമം ഓർക്കുക. വാചകത്തിൽ ഡിഡൻ്റ് വന്നാൽ പിന്നെ ആ വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കരുത്. കാരണം ഡിഡ് എന്ന് പറയുന്നത് തന്നെ പാസ്റ്റാണ്. പിന്നെ വീണ്ടും പാസ്റ്റ് ടെൻസ് വേണ്ട. ഉദാഹരണങ്ങൾ നോക്കാം. ഐ ഡിഡൻറ്റ് ഗോ, ഞാൻ പോയില്ല. കണ്ടില്ലേ, നമ്മളിവിടെ ഗോ എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആയ വെന്റ് നമ്മൾ ഉപയോഗിക്കില്ല. പകരം ഗോ തന്നെയാണ് ഡിഡൻറ്റ് എന്നതിന്റെ കൂടെ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഐ ഡിഡൻറ്റ് വെന്റ് എന്ന് പറയരുത്, ഗോ മതി. ഐ ഡിഡൻറ്റ് ഗോ, ഞാൻ പോയില്ല. ഐ ഡിഡൻറ്റ് ഗോ. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഐ ഡിഡൻറ്റ് സീ, ഞാൻ കണ്ടില്ല. ഐ ഡിഡൻറ്റ് സോ എന്ന് പറയരുത്. ഐ ഡിഡൻറ്റ് സീ, ഐ ഡിഡൻറ്റ് സീ. ഷീ ഡിഡൻറ്റ് കം, അവൾ വന്നില്ല. നോക്കൂ, ഇവിടെ നമ്മൾ കേം അല്ല ഉപയോഗിച്ചത്, ഡിഡൻറ്റ് എന്നതിൻ്റെ കൂടെ കം മതി. ഷീ ഡിഡൻറ്റ് കം, അവൾ വന്നില്ല. ഷീ ഡിഡൻറ്റ് കം. ഇനി ഫ്യൂച്ചർ ടെൻസ് നോക്കാം. ഭാവിയിൽ ചെയ്യില്ല എന്ന് പറയാൻ വിൽ നോട്ട് എന്ന് പറയാം. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി സ്റ്റൈലായി വോണ്ട് എന്ന് പറയുന്നതാണ് നല്ലത്. വോണ്ട്. ഐ വോണ്ട് ഗോ, ഞാൻ പോകില്ല. ഐ വോണ്ട് ഗോ. ഹി വോണ്ട് കം, അവൻ വരില്ല. ഹി വോണ്ട് കം. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. ഞാൻ മലയാളം പറയുമ്പോൾ നിങ്ങളത് ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കണം. ഇംഗ്ലീഷ് എന്റെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. റെഡിയല്ലേ? 1. ഞാനത് വാങ്ങിച്ചില്ല. ഐ ഡിഡൻറ്റ് ബൈ ഇറ്റ്. ഐ ഡിഡൻറ്റ് ബൈ ഇറ്റ്. വാങ്ങിച്ചു എന്നായതുകൊണ്ട് ബോട്ട് എന്ന് പറയരുത്. ഡിഡൻറ്റ് വന്നാൽ ബൈ മതി. ഞാനത് വാങ്ങിച്ചില്ല. ഐ ഡിഡൻറ്റ് ബൈ ഇറ്റ്. 2. അവൻ എന്നെ വിളിച്ചില്ല. ഹി ഡിഡൻറ്റ് കോൾ മീ. നോക്കൂ, ഇവിടെ കോൾഡ് വേണ്ട, കോൾ മതി. ഹി ഡിഡൻറ്റ് കോൾ മീ. ഹി ഡിഡൻറ്റ് കോൾ മീ. 3. എനിക്ക് മനസ്സിലായില്ല. ഐ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റുഡ് എന്ന് പറയരുത്. ഡിഡൻറ്റ് വന്നാൽ അണ്ടർസ്റ്റാൻഡ് മതി. ഐ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലായില്ല. ഐ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ്. 4. അവൾ ഭക്ഷണം കഴിച്ചില്ല. ഷീ ഡിഡൻറ്റ് ഈറ്റ് ഫുഡ്. ഷീ ഡിഡൻറ്റ് ഈറ്റ് ഫുഡ്. അവൾ ഭക്ഷണം കഴിച്ചില്ല. ഷീ ഡിഡൻറ്റ് ഈറ്റ് ഫുഡ്. 5. ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല.
I didn't sleep yesterday. I didn't sleep yesterday. ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല. I didn't sleep yesterday. ഇപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ കുറച്ചുകൂടി കോൺഫിഡൻസ് വന്നില്ലേ? ഇന്ന് നമ്മൾ പഠിച്ച ഗ്രാമർ നിയമം ഈസിയാണ്. ഡിഡന്റ് വന്നാൽ വെർബ് പഴയതുപോലെ മതി. എങ്കിൽ ഇനി നമുക്ക് ഒരു ക്വിസ് ചെയ്ത് നോക്കാം. ആർ യു റെഡി? ലെറ്റ്സ് ബിഗിൻ. നിയമം പഠിച്ചല്ലോ. എങ്കിൽ നമുക്കൊരു ചലഞ്ച് നോക്കാം. ഞാനൊരു തെറ്റായ വാചകം പറയും. 5 സെക്കൻഡിനുള്ളിൽ അത് തിരുത്തി പറയണം. ആർ യു റെഡി? ആദ്യത്തെ ചോദ്യം. I didn't eat food. ഇതിലെ തെറ്റ് കണ്ടുപിടിക്കൂ. യെസ്, I didn't eat അല്ല, eat ആണ്. നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? didn't വരുമ്പോ വീണ്ടും past tense വേണ്ട. So, the correct answer is I didn't eat food. Eat പാടില്ല, eat മതി. I didn't eat food. രണ്ടാമത്തെ ചോദ്യം. She don't like it. Yes, ശരിയായ രീതി എന്താണ്? She doesn't like it. She വന്നാൽ doesn't വേണം. She doesn't like it. മൂന്നാമത്തെ ചോദ്യം. I didn't saw him. Yes, the correct answer is I didn't see him. Saw പാടില്ല. Didn't എന്നതിന്റെ കൂടെ see മതി. I didn't see him. അവസാനത്തെ ചോദ്യം. They didn't went. ശരിയായ രീതി എന്താണ്? Yes, they didn't go. They didn't go. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ഡിഡന്റ് കഴിഞ്ഞാൽ വെർബ് ശ്രദ്ധിക്കുമല്ലോ അല്ലേ? ക്വിസിൽ എത്ര മാർക്ക് കിട്ടി? 4ൽ 4 ശരിയാക്കിയവരുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ പറയണേ. ഇനി ഇന്നത്തെ ഹോംവർക്ക്. ഉത്തരം കമന്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ചോദ്യം ഇതാണ്. ഞാൻ അറിഞ്ഞില്ല എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? 2 ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ, I didn't knew. ഓപ്ഷൻ ബി, I didn't know. ഇതിലേതാണ് ശരി? എ ആണോ ബി ആണോ? ശരിയായ ഓപ്ഷൻ മാത്രം താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇംഗ്ലീഷ് പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് ബൈ.